ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ്. ഇതിൻ്റെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. റിസ്ക് അനാലിസിസ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചെയ്യുന്ന സമയത്ത് റിസ്കിനെ അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അനാലിസിസിൻ്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഏതൊരു ബിസിനസ് ഡിസിഷനിലും തീർച്ചയായിട്ടും റിസ്ക് അവിടെ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡെസിഷൻ. കാരണം അത് നമ്മൾ ലോങ് ടേമിലേക്ക് എടുക്കുന്ന ഒരു ഡെസിഷനാണ്. അതിൽ ഒരുപാട് കോസ്റ്റ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക്, അതായത് ആ ഒരു പ്രോജക്റ്റിൻ്റെ ലൈഫ് ടൈമിലേക്ക് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ റിസ്കിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിലും റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ വേരിയബിലിറ്റി ആണ്. ഫ്യൂച്ചറിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതും ആക്ച്വലി കിട്ടുന്നതും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെ തന്നെയാണ് അതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത്. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പം അതിന്ന് 10,000 രൂപ കിട്ടും എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നതെങ്കിൽ ആക്ച്വലി അത് 8,000 രൂപയെ അത് നടന്നു കഴിയുമ്പോൾ കിട്ടുന്നുള്ളൂവെങ്കിൽ അവ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, ആ വേരിയേഷൻ, അത് തന്നെയാണ് റിസ്ക് എന്ന് പറയുന്നത്. ആക്ച്വൽ റിട്ടേണും എസ്റ്റിമേറ്റഡ് റിട്ടേണും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. എന്തുകൊണ്ടായിരിക്കാം നമ്മൾ ആക്ച്വലി ഇത്ര കിട്ടുമെന്ന് പറഞ്ഞൊരു സംഭവം കിട്ടാതെ ഇരുന്നിട്ടുണ്ടായിരിക്കാം? ഇമ്പോർട്ടൻറ്റ് റീസൺസ് അതിനുണ്ടായിരിക്കും. ടെക്നിക്കലായിട്ടും എക്കണോമിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടും സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസ് കൊണ്ടും ഫിനാൻഷ്യലായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടും ഫോറിൻ എക്സ്ചേഞ്ച്, ടാക്സേഷൻ, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിനെ സ്വാധീനിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കാം ആ റിസ്ക് അവിടെ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ഏതൊരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡെസിഷനിലും തീർച്ചയായിട്ടും റിസ്ക്കും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡെസിഷൻ എടുക്കുമ്പോൾ റിസ്കിനെ എങ്ങനെയൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. സോ ഈ ഒരു റിസ്ക് അനാലിസിസിൻ്റെ പ്രാധാന്യം എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ? 4 കാര്യങ്ങളെ കൊണ്ടാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹെൽപ്സ് ഐഡൻറ്റിഫൈ പൊട്ടൻഷ്യൽ പ്രോബ്ലംസ്. റിസ്ക് അനാലിസിസ് നമ്മൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ അൺസർട്ടനിറ്റീസ് ദാറ്റ് കുഡ് അഫക്റ്റ് ദ സക്സസ് ഓഫ് എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിൻ്റെ സക്സസിനെ ബാധിക്കുന്നതായിട്ടുള്ള അൺസർട്ടനിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ഇഷ്യൂസ് എന്തെല്ലാമാണെന്ന് നമുക്കൊന്നുകൂടി സ്പോട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യമായിട്ട് പറയുന്നത്. രണ്ടാമത്തത് ഇംപ്രൂവ്സ് ഡെസിഷൻ മേക്കിംഗ്. കൃത്യമായിട്ട് റിസ്കിനെ മനസ്സിലാക്കുകയും അതിൽ എത്ര വരുന്നുണ്ടെന്ന് ക്ലിയർ ആയിട്ട് അറിയുകയും ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ നമുക്ക് കൃത്യമായി സാധിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് പ്രിവെൻറ്റ്സ് ലോസസ്. ഒരു റിസ്കിനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും റിസ്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ അത് പ്രൊജക്റ്റ് ചെയ്യില്ല. അപ്പോൾ ആ ഒരു റിസ്കിനെ അനലൈസ് ചെയ്യുമ്പം അവിടെ നമുക്കത് തോന്നുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കത് എന്ത് ചെയ്യാം, ആ വരാൻ സാധ്യതയുള്ള ആ ലോസിനെ നമുക്ക് തടയാനൊരു സാഹചര്യം അവിടെ കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത്. നാലാമത്തേൽ ഓപ്റ്റിമൈസസ് റിസോഴ്സസ്. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് മണി ആൻഡ് ടൈം ആർ ഇൻവെസ്റ്റഡ് വൈസ്ലി ഇൻ പ്രോജക്ട്സ് വിത്ത് ദ ബെസ്റ്റ് പൊട്ടൻഷ്യൽ ഫോർ സക്സസ്. ഒരു ബിസിനസ്സിൻ്റെ സക്സസ്സിന് ഏറ്റവും അനിവാര്യമായ ഘടകങ്ങളാണ് സമയവും പണവും. ഇത് രണ്ടും വളരെ ബുദ്ധിപൂർവ്വം മാത്രമാണ് ഉപയോഗിക്കേണ്ടതുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് സക്സസ് കിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 4 പോയിന്റുകൾ കൊണ്ടാണ് റിസ്ക് അനാലിസിസ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ അത്യാവശ്യമാണ്, പ്രാധാന്യമുള്ളതായി മാറാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് റിസ്ക് അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡുകളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ പ്രധാനമായിട്ടും 3 ടെക്നിക്കുകളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നെയിംലി സെൻസിറ്റിവിറ്റി അനാലിസിസ്, സിനാരിയോ അനാലിസിസ് ആൻഡ് മോണ്ടി കാർലോ സിമുലേഷൻ. ഈ 3 അനാലിസിസുകളാണ് ഇതിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യാറുള്ളത്. അതിൽ ആദ്യത്തെ പോയിന്റാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ്. വളരെ സെൻസിറ്റീവാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു സെൻസിറ്റിവിറ്റി അനാലിസിസ് ഏറ്റവും വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് റിസ്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇറ്റ് ഈസ് എ നോൺ പ്രോബബിലിസ്റ്റിക് അപ്രോച്ച് ടു അലൗ ഫോർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ഇൻ പ്രൊജക്റ്റ് അപ്രൈസൽ. പ്രൊജക്റ്റ് അപ്രൈസലിൽ റിസ്കിനെ അൺസർട്ടനിറ്റിയെയും അലോ ചെയ്യുന്നതിലുള്ള ഒരു നോൺ പ്രോബബിലിസ്റ്റിക് അപ്രോച്ചാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് എ ടെക്നിക് ഓഫ് മെഷറിംഗ് ദ ചേഞ്ച് ഇൻ ദ പ്രോഫിറ്റബിലിറ്റി of a project due to change in the factors affecting project's cash inflows. പ്രൊജക്റ്റിൽ വരുന്ന ക്യാഷ് ഇൻഫ്ലോസിൽ എങ്ങനെയൊക്കെയാണ് അത് ബാധിക്കുന്നത്? ഈ ഒരു ടെക്നിക്കിൽ ഏതെങ്കിലും തരത്തിൽ വരുന്ന മാറ്റങ്ങൾ ആ ഒരു പ്രോജക്റ്റിൻ്റെ NPV അല്ലെങ്കിൽ IRR, ഇത് രണ്ടും എന്താണ്? അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി കാണിക്കുന്നതാണ്. അപ്പോൾ അവിടെ എത്രത്തോളം ചേഞ്ചസ് വരുന്നുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യണം. പ്രൊജക്റ്റിൻ്റെ ക്യാഷ് ഇൻഫ്ലോ കാരണം
ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണിത്. അതിലപ്പോൾ എന്തൊക്കെയായിരിക്കാം ഈ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഈ ക്യാഷ് ഫ്ലോനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക, ക്യാഷ് ഫ്ലോനെ എൻ പി വിനെ ഒക്കെ. ഒന്ന് കോസ്റ്റാണ്, പ്രോജക്റ്റ് ലൈഫ്, പ്രൈസ്, റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിനെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ചേഞ്ച് എവിടെയും കാണും, എൻ പി വിയിലും കാണുന്നു. സെൻസിറ്റിവിറ്റി അനാലിസിസ് പ്രധാനമായിട്ടും മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണ്, എങ്ങനെയാണ് എൻ പി വി എന്ന് പറയുന്നത് എപ്പോഴൊക്കെ മോസ്റ്റ് സെൻസിറ്റീവ് ആവും, ആ സാഹചര്യങ്ങളെ അറിയാനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കാരണം വൺ വേരിയബിൾ ഈസ് ചേഞ്ച്ഡ് അറ്റ് എ ടൈം ആൻഡ് ദ ഇമ്പാക്ട് ഓഫ് ദ ചേഞ്ച് ഓൺ ദ എൻ പി വി ഈസ് കാൽക്കുലേറ്റഡ്. നമ്മൾക്ക് കിട്ടുന്ന ഫാക്ടേഴ്സിലത്തെ ഏതെങ്കിലും ഒരു ഫാക്ടർ, ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതേ മൊമെന്റിൽ എവിടെയും ചേഞ്ച് കാണിക്കും, എൻ പി വിയിലും കാണിക്കുന്നു. സോ ഇത് എക്സാമിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഹൗ സെൻസിറ്റീവ് ദ എൻ പി വി ഈസ് ടു ചേഞ്ചസ് ഇൻ കീ വേരിയബിൾസ് സച്ച് ആസ് ക്യാപിറ്റൽ കോസ്റ്റ്, സെയിൽസ് വോളിയം, വേരിയബിൾ കോസ്റ്റ്, പ്രോജക്റ്റ് ലൈഫ്. പ്രോജക്റ്റിനെ സംബന്ധിച്ചോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ് ക്യാപിറ്റൽ കോസ്റ്റ്, സെയിൽസ്, വേരിയബിൾ കോസ്റ്റ്, പ്രോജക്റ്റ് ലൈഫ്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ എത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടായിരിക്കും എൻ പി വി അവിടെ കാണുക എന്നത് അനലൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യാനുള്ള ഒരു മെത്തേഡിനെയാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. സെൻസിറ്റിവിറ്റി അനാലിസിസിനെ പറയണ വേറൊരു പേരാണ് വാട്ട് ഇഫ് അനാലിസിസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒരു കേസിൽ പറയുന്നത് ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്. പല കേസസിലും ക്യാഷ് ഫ്ലോനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 3 ഡിഫറെൻ്റ് അസംഷൻസ് അല്ലെങ്കിൽ സിറ്റുവേഷനിലൂടെയാണ്. ഏതൊക്കെയാണ് ആ സിറ്റുവേഷൻ എന്ന് നോക്കാം. ഒന്ന്, പെസിമിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ, പെസിമിസ്റ്റിക് പറഞ്ഞാൽ നമ്മൾ ഇറക്കിയാലും എത്ര പൈസ ഇറക്കിയാലും ഇതിന്ന് 10,000 രൂപയെ കിട്ടുള്ളൂ. മോസ്റ്റ് ലൈക്ലി എന്ന് പറയുന്നത് 10,000 ഉള്ളൂ എന്നുള്ളത് ചിലപ്പം അതൊരു 15,000 വരെ നമുക്ക് കിട്ടാം എന്നുള്ളത്. ഓപ്റ്റിമിസ്റ്റിക് പറഞ്ഞാൽ എന്ത് വന്നാലും ഇതിൽ 20,000 രൂപ കിട്ടും എന്ന് പറയുന്നതാണ് ഓപ്റ്റിമിസ്റ്റിക്. അപ്പം 3 തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു അസംഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് മെഷർ ചെയ്യപ്പെടുന്നത്. അതിനെ പറഞ്ഞ പേരാണ് പെസിമിസ്റ്റിക്, അതേപോലെ തന്നെ മോസ്റ്റ് ലൈക്ലി, ഓപ്റ്റിമിസ്റ്റിക്. പെസിമിസ്റ്റിക് ക്യാഷ് ഫ്ലോസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നെഗറ്റീവ് കണ്ടീഷൻസ് ആണ്. ഫ്യൂച്ചറിൽ, ഭാവിയിൽ അതൊന്നും കിട്ടാൻ പോകുന്നില്ല അല്ലെങ്കിൽ അത് അങ്ങനെയൊന്നും കിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മോസ്റ്റ് ലൈക്ലി എന്ന് പറയുന്നത് പ്രൊജക്റ്റാണ്, ഒരു നോർമൽ സർക്കംസ്റ്റൻസ് ഇത് ഇത്ര വരെയൊക്കെ കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് പറയുന്നത്. ഇപ്പം ഈ അന്തരീക്ഷം ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഇത്ര വരെയൊക്കെ ഇതിൽ കിട്ടാം എന്ന് പറയുന്നതാണ് മോസ്റ്റ് ലൈക്ലി എന്ന് പറയുന്നത്. ഓപ്റ്റിമിസ്റ്റിക് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് കണ്ടീഷൻ, ഭാവിയിൽ ഇതെന്ത് വന്നാലും ഇത് നമുക്ക് കിട്ടുന്നതായിരിക്കും എന്ന് പറയുന്നതാണ് ഓപ്റ്റിമിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ക്യാഷ് ഇൻഫ്ലോസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് റേറ്റും ഡിസ്കൗണ്ട് റേറ്റും എൻ പി വിയും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എൻ പി വിയിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എത്രത്തോളം സെൻസിറ്റീവാണ് നമ്മുടെ ക്യാഷ് ഇൻഫ്ലോസ് ഈ 3 കേസസിൽ. അതായത് പെസിമിസ്റ്റിക് ആകുമ്പോൾ എങ്ങനെയാണ് ക്യാഷ് ഫ്ലോ, മോസ്റ്റ് ലൈക്ലി ആകുമ്പോൾ എങ്ങനെയാണ് ക്യാഷ് ഫ്ലോ, ഓപ്റ്റിമിസ്റ്റിക് ആകുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഈ 3 കണ്ടീഷനിലും എൻ പി വി വേരി ചെയ്തുകൊണ്ടിരിക്കും. പെസിമിസ്റ്റിക് ആകുമ്പോൾ എൻ പി വി അല്ല ഓപ്റ്റിമിസ്റ്റിക് ആകുമ്പോൾ ഉണ്ടായിരിക്കാം. അതായത് ദ റിസ്ക് ഈസ് ഹയർ, ഇവിടെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റിസ്ക് എന്താണ്, ഹയർ ആണ്. വേരിയേഷൻ സ്മോൾ ആണെങ്കിൽ ലോവർ റിസ്ക് ആണ്. അപ്പോൾ റിസ്ക് കൂടുതലുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, റിട്ടേണും കൂടുതലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി വേരിയേഷൻ കുറവാണെങ്കിൽ അതിനനുസരിച്ച് റിസ്ക്കും കുറവായിരിക്കും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഈ ഒരു മെത്തേഡിൻ്റെ മെറിറ്റും ഡിമെറിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി ഓഫ് എ പ്രോജക്റ്റ് ടു ചേഞ്ച് ഇൻ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. ഒരു പ്രോജക്റ്റിൽ അടങ്ങിയിരിക്കുന്ന പല ഘടകങ്ങളിൽ മാറ്റങ്ങൾ വരുമ്പോൾ ആ പ്രോജക്റ്റ് എത്രത്തോളം സെൻസിറ്റീവ് ആണ് എന്ന് കാണിക്കാനാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രൊജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റിയിൽ റിസ്കിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടായിരിക്കുന്നത് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാനും കൃത്യമായിട്ട് അതിനെ അസസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ഏറ്റവും ക്രിട്ടിക്കലായിട്ട് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് വിച്ച് വേരിയബിൾസ് ആൻഡ് അസംഷൻസ് ആർ മോസ്റ്റ് ക്രിട്ടിക്കൽ. ഏത് വേരിയബിളാണ് ഏറ്റവും ക്രിട്ടിക്കലായിട്ട് ചേഞ്ച് കാണിക്കുന്നത്, ഏത് അസംഷനാണ് പെസിമിസ്റ്റിക് ആണോ ഓപ്റ്റിമിസ്റ്റിക് ആണോ മോസ്റ്റ് ലൈക്ലി ആണോ എന്നുള്ളത് കൃത്യമായി അറിയാൻ സാധിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഐഡൻറ്റിഫൈ ഏരിയാസ് ഓൺ വിച്ച് മാനേജർ അറ്റൻഷൻ ഷുഡ് ബി ഫോക്കസ്ഡ്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ചേഞ്ചസ് വരാൻ സാധ്യതയുള്ളതിൽ ഏതിനെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും എവിടെയാണ് മാനേജ്മെൻറ്റിൻ്റെ അറ്റൻഷൻ കൂടുതൽ വേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഈ ഒരു ഇതിൻ്റെ ഡിമെറിറ്റ് ആയിട്ട് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ ദ കീ ഫാക്ടേഴ്സ്.
ആൻഡ് ചേഞ്ച് ഇൻ ദെയർ വാല്യൂസ്. നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതും ചേഞ്ച് ചെയ്യാം അതിൻ്റെ വാല്യൂ എന്നുള്ളതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കൃത്യത പറയുന്ന ഒരു ടെക്നിക്കാന്ന് പറയാൻ പറ്റില്ല, പ്രിസൈസ് ടെക്നിക്കാന്ന് പറയാൻ പറ്റില്ല. ആൻഡ് ഇതൊരിക്കലും കൺസിഡർ ചെയ്യുന്നില്ല അതിൻ്റെ കോമ്പിനേഷൻ ഓൺ ചേഞ്ചസ് ഓൺ വേരിയസ് ഫാക്ടേഴ്സ് ഓൺ ദ പ്രോഫിറ്റബിലിറ്റി. അതായത് എന്തൊക്കെ ഫാക്ടർ എങ്ങനെയൊക്കെ മാറുന്നു അതിനനുസരിച്ച് എങ്ങനെ പ്രോഫിറ്റിൽ വ്യത്യാസം വരുന്നുള്ള ആ ഒരു കോമ്പിനേഷൻ ഒന്നും കൃത്യമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ ഇവിടെ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പോരായ്മയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഇപ്പം നമ്മൾ ഈ സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്താണെന്നൊക്കെ പറഞ്ഞു, ആ 3 തരത്തിലുള്ള അസംഷൻസും പറഞ്ഞു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ ക്വസ്റ്റ്യൻ വായിക്കാം. എ ലിമിറ്റഡ് കമ്പനി വാണ്ട്സ് ടു ഇവാലുവേറ്റ് 2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ് എക്സ് ആൻഡ് വൈ. എക്സും വൈയും 2 പ്രോജക്റ്റ് ഉണ്ട്, ഇതിനെ ഇവാലുവേറ്റ് ചെയ്യണം. അതിൽ ഈച്ച് പ്രോജക്റ്റ് റിക്വയർസ് എ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ₹20,000. 2 പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് 20,000 ആണ്. ആനുവൽ ക്യാഷ് ഫ്ലോ ഫ്രം ഈച്ച് പ്രോജക്റ്റ് ആദ്യത്തേൽ 5,000 ആണ്, അടുത്ത 10 വർഷം വരേക്ക് 5,000 ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% ആണ്. ആദ്യത്തെ ഇതിലല്ല, രണ്ടിലും 5,000 ആണ്. നെക്സ്റ്റ് 10 year കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10%. മാനേജ്മെൻറ്റ് ഹാസ് ഡൺ ദ ഫോളോയിങ് ഓപ്റ്റിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി പെസിമിസ്റ്റിക് എസ്റ്റിമേറ്റ് ഓഫ് ആനുവൽ ക്യാഷ് ഫ്ലോ അസോസിയേറ്റ് വിത്ത് ഈച്ച് ഓഫ് ദ പ്രോജക്റ്റ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം, പ്രൊജക്റ്റ് എക്സും ഉണ്ട് വൈയും ഉണ്ട്, രണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 20 ആണ്. അത് എസ്റ്റിമേറ്റഡ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഇവിടെ ആദ്യത്തെ കേസിൽ പെസിമിസ്റ്റിക് ആകുമ്പോൾ 4,000 പ്രൊജക്റ്റ് എക്സിൽ, പ്രൊജക്റ്റ് വൈയിൽ ഒന്നും തന്നിട്ടില്ല. മോസ്റ്റ് ലൈക്ലിയിൽ 5,000, ഇവിടെ 5,000 തന്നെയാണ്. ഓപ്റ്റിമിസ്റ്റിക് ഇവിടെ 6,000, ഇവിടെ 10,000. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഡെസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ടോപ്പ് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രൊജക്റ്റ് എക്സ് തന്നിട്ടുണ്ട്, പ്രൊജക്റ്റ് വൈയും തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രസൻറ്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ ആനുവിറ്റി ഓഫ് ₹1 for 10 years at 10%. ഇവിടെ പറയുന്നുണ്ടല്ലോ അതിൻ്റെ 10 years ആണ് ഇവിടെ അതിൻ്റെ പ്രൊജക്റ്റ് ലൈഫ് എന്ന് പറയുന്നത്. 10% ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും പറയുന്നത്. അപ്പോൾ നമ്മൾ 10 വർഷത്തേക്കുള്ള 10% പ്രസൻറ്റ് വാല്യൂ ഫാക്ടറാണ് ഇവിടെ എടുക്കേണ്ടത്. അത് 6.145 ആണ് വരുന്നത്. 6.145 എന്ന് പറയുമ്പോൾ ഇവിടെ ടേബിൾ 2 ആണ്. ടേബിൾ 2ൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ₹1 റിസീവ്ഡ് 10 വർഷത്തേക്ക് 10% പറയുമ്പം 10ാമത്തെ വർഷം 10%, 6.145 അതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. 6.145 എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ തന്നിരിക്കുന്ന ഓരോ പോസിബിൾ ക്യാഷ് ഫ്ലോയിനെയും നമുക്കതിന് ഡിസ്കൗണ്ട് ഫാക്ടർ കൊണ്ട് ഇൻഡ്യൂ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനാദ്യം നമ്മൾ പ്രൊജക്റ്റ് എക്സ് എടുക്കാം. അപ്പോൾ പ്രൊജക്റ്റ് എക്സിൽ ഈ 3 സിറ്റുവേഷൻ ആണല്ലോ. പെസിമിസ്റ്റിക് എന്ന് പറയുന്നത് 4,000 ആണ്. ഓക്കെ, പെസിമിസ്റ്റിക് എന്ന് പറയുമ്പം 4,000 കിട്ടുള്ളൂ. അപ്പോൾ അതിന് ഡിസ്കൗണ്ട് ഫാക്ടർ നമുക്ക് അറിയാലോ, 6.145 ആണ്. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇവ തമ്മിൽ ഇൻഡ്യൂ ചെയ്തിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി അതിനുശേഷം NPV എന്ന് പറയുന്നത് അപ്പോൾ എത്രയാണ്? 24,580 ആണ് ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഇറക്കിയിരിക്കുന്നത് എത്ര രൂപ? 20,000. അപ്പോൾ ഈ 24 ഇതിൽ നിന്ന് ഈ 20,000 ലെസ് ചെയ്താൽ ബാലൻസ് കിട്ടുന്നതാണ് അതിൻ്റെ NPV എന്ന് പറയുന്നത് 4,580 എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ പെസിമിസ്റ്റിക് കഴിഞ്ഞു. ഇനി അടുത്തതാണ് മോസ്റ്റ് ലൈക്ലി. മോസ്റ്റ് ലൈക്ലിയിൽ 5,000 ആണ് കിട്ടുമെന്ന് പറഞ്ഞത്. സെയിം റേറ്റ് നമ്മളോട് കൊടുത്തു. ഇവ തമ്മിൽ ഇൻഡ്യൂ ചെയ്തതിന് ശേഷം നമ്മൾ ഈ കിട്ടിയ എമൗണ്ടിൽ നിന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് 20,000 കുറയ്ക്കുമ്പോൾ 10,725 കിട്ടിയിട്ടുണ്ട്. ഓപ്റ്റിമിസ്റ്റിക് ആകുമ്പം 6,000 കിട്ടുമെന്ന് പറയുന്നുണ്ട്. സെയിം റേറ്റ് തന്നെ ഇൻഡ്യൂ ചെയ്തു, ഇവ തമ്മിൽ ഇൻഡ്യൂ ചെയ്തു. ഇനി ഈ കിട്ടിയ എമൗണ്ടിൽ നിന്ന് നമ്മൾ ഇറക്കിയ 20,000 മൈനസ് ചെയ്യുമ്പോൾ 16,870 കിട്ടി. അപ്പോൾ ഇത്രയാണ് പ്രൊജക്റ്റ് എക്സിൻ്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് പ്രൊജക്റ്റ് വൈ നോക്കാം. വൈയിൽ പെസിമിസ്റ്റിക്കിൽ ഒന്നും തന്നിട്ടുണ്ടായില്ല ക്വസ്റ്റ്യനിൽ. സോ അവിടെ നമുക്ക് ഒന്നും അവിടെ പ്രത്യേകിച്ചില്ല, 20,000 തന്നെ അവിടെ കാണിക്കാനുള്ളൂ. മോസ്റ്റ് ലൈക്ലിയിൽ 5,000 എന്ന് പറയുന്നുണ്ട്. സെയിം എമൗണ്ട് തന്നെയാണ് മുകളിൽ ചെയ്ത പോലെ തന്നെ. ഓപ്റ്റിമിസ്റ്റിക്കിലേക്ക് വരുമ്പം അവിടെ 10,000 ആണ് കിട്ടുന്നത്. സെയിം ഇവ തമ്മിൽ ഇൻഡ്യൂ ചെയ്യുന്നു. എന്നതിന് ശേഷം ഈ എമൗണ്ടിൽ നിന്ന് 20,000 ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ലെസ് ചെയ്യുന്നു. ഇനി ഇവിടെ ഈ ഒരു ഡാറ്റയിൽ നിന്ന് നമുക്ക് നോക്കേണ്ടത് പ്രോജക്റ്റ് എക്സ് ഈസ് ലെസ് റിസ്കി ദാൻ പ്രൊജക്റ്റ് വൈ. ഇവിടെ നമുക്ക് പ്രൊജക്റ്റ് എക്സിൻ്റെ ഈ ഒരു NPV നോക്കുക. അതിൻ്റെ ടോട്ടൽ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ 4,500, അതായത് 10ഉം 26, 26, 4, 30,000 സംതിങ് ആണ്, 31,000 സംതിങ് ആണ് ഇവിടെ വരുന്നത്.
ഇവിടെ ടോട്ടൽ നോക്കൂ 10ഉം 41ഉം ഏകദേശം 51ന്റെ അടുത്താണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രൊജക്ട് എക്സ് ആണ് ലെസ് റിസ്ക് എന്നാ പറയുന്നത്. എന്തുകൊണ്ടാണ്? വേരിയേഷൻ ഇൻ എൻ പി വി ഈസ് സ്മോൾ ഇൻ കേസ് ഓഫ് പ്രൊജക്ട് എക്സ്. വേരിയേഷൻ എൻ പി വി ആയിട്ട് പ്രൊജക്ട് എക്സ് നോക്കുമ്പം എൻ പി വിയുടെ വേരിയേഷൻ എന്ന് പറയുമ്പം വലിയൊരു വേരിയേഷൻ അവിടെ വരുന്നില്ല. ഫൈനൽ സെലക്ഷൻ ഓഫ് ദ പ്രൊജക്ട് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ റിസ്ക് പ്രിഫറൻസ് ഓഫ് ദ മാനേജ്മെന്റ്. മാനേജ്മെന്റ് എത്രത്തോളം റിസ്ക് എടുക്കാൻ തയ്യാറുണ്ടോ അതിനനുസരിച്ചായിരിക്കും സെലക്ട് ചെയ്യുക പ്രൊജക്ട് ഏത് വേണമെന്നുള്ളത്. അവർ ഹൈ റിസ്ക് എടുക്കാൻ റെഡി ആണെങ്കിൽ അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏതായിരിക്കും? പ്രോജക്റ്റ് വൈ ആയിരിക്കും. കാരണം ഇവിടെ ഹൈ ലെവലിലുള്ള ചേഞ്ച് ആണ് ഇവിടെ കാണിക്കുന്നത്. ലോ റിസ്ക് എടുക്കുള്ളെങ്കിൽ അവർ ഓപ്റ്റ് ചെയ്യുന്നത് പ്രോജക്റ്റ് എക്സ് ആയിരിക്കും. കാരണം ഇവിടെ എൻ പി വി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. എൻ പി വി കുറയുമ്പോൾ റിസ്ക്കും കുറയും. പക്ഷെ എൻ പി വി ഇവിടെ കൂടി കാണിക്കുമ്പോൾ റിസ്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ മെത്തേഡിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത റിസ്ക് അനാലിസിസ് ആണ്. 3 മെത്തേഡുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്താണെന്നുള്ളതും അതിൻ്റെ ഇമ്പോർട്ടൻസും ഒരു പ്രോബ്ലവും മെറിറ്റും ഡിമെറിറ്റുകളൊക്കെ നോക്കി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 3 അപ്രോച്ചുകളാണ് ഇവിടെ കൊടുക്കുന്നത്. ഓപ്റ്റിമിസ്റ്റിക്കും പെസിമിസ്റ്റിക്കും മോസ്റ്റ് ലൈക്ലി ആണ്. അതിൻ്റെ ബേസിസിൽ 2 പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു പ്രോബ്ലത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്. അപ്പോൾ എൻ പി വി കൂടുതലുള്ളവിടെ എന്തുണ്ടായിരിക്കും? റിസ്ക് കൂടുതലുണ്ടായിരിക്കും. സോ റിസ്ക് എടുക്കാൻ റെഡി ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും ആ പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്യാം. അതല്ല റിസ്ക് കുറവിനനുസരിച്ച് അവിടെ എന്തായിരിക്കും? റിട്ടേണും കുറയും. അപ്പോൾ റിസ്ക് കുറഞ്ഞത് മതിയെങ്കിൽ നമുക്ക് ഏതാണോ എൻ പി വി കുറവ് അതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതാണ് ഈ ഒരു സെൻസിറ്റിവിറ്റി അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്